محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. സമാധാനീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഏറെ ദോഷപ്പേരുണ്ടാക്കുന്ന ഒരു ഭീകരാക്രമണം ഇന്ത്യ രാജ്യത്ത് നടന്നിരിക്കുന്നു. അതിൻ്റെ കെടുതി നമ്മുടെ നാട് മാത്രമല്ല, അയൽനാടും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന പ്രദേശങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ഇവിടെ ഇസ്ലാം തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത്. മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്നതാണ്, മുതിർന്നവർ പ്രയോഗവൽക്കരിക്കുന്നതാണ്. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ വലിയ ആപത്താണ് എന്നൊക്കെ പറഞ്ഞു പരത്തുന്ന ആളുകൾ വളരെ നേരത്തെ ഒരു ആപ്തവാക്യം തന്നെ അവർ ചുട്ടെടുത്തിട്ടുണ്ട്. അതെന്താണ്? എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല, എന്നാൽ എല്ലാ ഭീകരവാദികളും മുസ്ലിമീങ്ങളാണ്. തങ്ങളുടെ ആളുകൾക്കിടയിൽ അവർ പ്രചരിപ്പിക്കുന്ന ഇത്തരം ദുഷിച്ച വർത്തമാനങ്ങൾ, അവരുടെ അടുപ്പുകളിൽ അവർ ചുട്ടെടുത്ത ഇത്തരം പ്രൊഡക്റ്റുകൾ ചെലവാക്കാൻ പറ്റിയ ഒരു അവസരം കൂടി വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ഒരു ചെറിയ ആശ്വാസം പകരുന്ന കാര്യം,
അതിനിടയിലും സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി ഒരു പാവപ്പെട്ട കുതിരക്കാരൻ. അയാൾ ഒരു മുസ്ലിം പേരുള്ള ആളാണ്. അയാൾ എടുത്തു ചാടി ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം മരിക്കുകയുണ്ടായി. ഒരാളുടെ ജീവന് രക്ഷിക്കാൻ വേണ്ടി, തൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി, തൻ്റെ ധനം സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ മരിക്കേണ്ടി വന്നാൽ അയാൾ ഷഹീദാണ് എന്നാണ് ഇസ്ലാമിൻ്റെ ഭാഷ്യം. ആ സാധുവായ മനുഷ്യന് ഇസ്ലാമിലൊരു ഷഹാദത്തിൻ്റെ പദവിയുണ്ട്. അത് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് അല്പം രാജ്യത്ത് കത്തിപ്പടരുന്ന മുസ്ലിം വെറുപ്പിനെ തണുപ്പിക്കാൻ പറ്റിയ ആശ്വാസകരമായ ഒരു ഇൻസിഡൻ്റാണ്. അതിനിടയിൽ നടന്ന ഒരു സംഭവമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിൽ ഈ ഭീകരതയ്ക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് അച്ഛൻ മരിച്ച ഒരു പെൺകുട്ടി ലോകത്തോട് പറയുന്നുണ്ട്, എനിക്ക് കശ്മീരിൽ നിന്ന് 2 മുസ്ലിം സഹോദരങ്ങളെയാണ് കിട്ടിയത്. അവരുടെ പേരും പറയുന്നുണ്ട്. അവരാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്, അവരാണ് എന്നെ സംരക്ഷിച്ചത്, അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്ന് ആ ഹിന്ദു പെൺകുട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചാനലുകാരുടെ മുമ്പിൽ ആർക്കും മറച്ചു വെക്കാൻ പറ്റാത്ത വിധം. ഇതൊക്കെ അല്പം ആശ്വാസം പകരുന്നതാണ്. അതിനിടയിലും പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് പോലെ ആ പുര കത്താൻ കാത്തിക്കായിരുന്നു ഇവന് അപ്പുറത്തൊരു നഷ്ടം വരുത്താൻ. അതെന്താണ്? ഓൻ്റെ വാഴത്തോട്ടം മുഴുവൻ വെട്ടി നശിപ്പിക്കുക. അതെന്തിനാണ്? തീ കെടുത്താൻ എന്ന പേര്. ആ രൂപത്തിലാണ് ഇവിടെ ചില ആളുകൾ ഇത്തരം ഒരു അനിഷ്ട സംഭവം നടന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷവും സത്യം മനസ്സിലാക്കി പെരുമാറുന്നു എന്നത് ആശ്വാസകരമാണ്. രാജ്യത്ത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ അയൽപക്ക രാജ്യവുമായുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. യുദ്ധകാലത്തുപോലും ഇല്ലാത്ത ചില നയതന്ത്ര വിച്ഛേദങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നാലും പരിപക്വമായ രൂപത്തിൽ ഭരണകർത്താക്കൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, കൈകാര്യം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സന്ദർഭത്തിൽ ഇത്തരം അതിക്രമങ്ങളെ, ഭീകരപ്രവർത്തനങ്ങളെ ഓരോ വിശ്വാസിയും നഖശികാന്തം എതിർക്കേണ്ടതുണ്ട്, ആത്മാർത്ഥമായി അപലപിക്കേണ്ടതുണ്ട്. ദുഃഖിക്കുന്ന, അതിന് ഇരയാക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവർക്ക് ശാന്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പ്രവർത്തനത്തിനും ഒരാളും, മുസ്ലിം എന്നല്ല ഒരാളും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഏതവസരം കിട്ടുമ്പോഴും അത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ തിരിച്ചുവിടാൻ വെമ്പൽ കൊള്ളുന്ന ചില ആളുകൾ, അവരുടെ മനസ്സ് ഭീകരമാണ്, തീവ്രവാദപരമാണ്. അത്തരം ആളുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചുവിടുന്നത് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആദ്യമായി നടക്കുന്ന ഒന്നല്ല എന്ന് നമുക്ക് ചരിത്രമറിയാവുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ഭാരതം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് അത്തരം പ്രവർത്തനങ്ങൾക്ക് വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിൽ മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള വിഭാഗീയതകൾക്കും വർഗീയതകൾക്കും ഇത്തരത്തിലുള്ള ഭീകരതക്കുമൊക്കെ അവർ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്ത കാലം എന്ന് പറയുന്ന 2005, 2006, 2010 അങ്ങനെ ഓരോ വർഷവും പറഞ്ഞിട്ട് അതിൻ്റെ കണക്ക് നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കായ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കശ്മീരിൽ തന്നെയും പലവട്ടം ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട
ആയിരക്കണക്കായ മനുഷ്യരിൽ 95% ആളുകളും യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളാണ്. ഭീകരപ്രവർത്തനം മുസ്ലിം സ്പോൺസേഡ് അല്ല, അത് ഇസ്ലാമിന് വേണ്ടിയല്ല, അത് ഇസ്ലാമികമായ വിശ്വാസമോ ആദർശമോ ഉൾക്കൊള്ളുന്ന ആളുകളുമല്ല, അത് ലോകത്തെവിടെയാണെങ്കിലും ചെയ്യുന്നത്. ഇസ്ലാമിന് വേണ്ടിയാണോ IS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. IS കൊന്നൊടുക്കിയത് ആരെയാണ്? മുസ്ലിമീങ്ങളെയാണ്. അത് ആരുടെ ഉൽപ്പന്നമാണ്? അത് സാമ്രാജ്യത്വ ശക്തികളുടെയും ജൂതന്മാരുടെയും ഉൽപ്പന്നമാണ്. അങ്ങനെ എവിടെയൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ, ഇസ്ലാമിക പേരാണോ അല്ലേ എന്നതല്ല, അതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരാണ്. ഭീകരവാദത്തിന്റെ പേരിൽ നശിപ്പിക്കപ്പെട്ട ദേവാലയങ്ങൾ യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളല്ല, അതൊക്കെ യഥാർത്ഥത്തിൽ പള്ളികളാണ്. എവിടെയാണ് അത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടന്നത്? ഒക്കെ പള്ളികളിൽ വെച്ചാണ്. എന്തേ കാര്യം? അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിഞ്ഞവരാണ് നമ്മിൽ പലരും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ട്. അതെന്താണ്? എന്തുകൊണ്ടാണ് കശ്മീരിൽ ഈ രൂപത്തിൽ ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറാനും അവരുടെ അതിക്രമങ്ങൾ നടപ്പിലാക്കപ്പെടാനും പറ്റിയ പാകത്തിൽ സൈന്യം വിന്യസിക്കപ്പെടാത്തത്? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സൈന്യങ്ങൾ പിൻവലിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ഇത്രയധികം സുശക്തമായ സൈന്യവും നിരീക്ഷണവുമുള്ളപ്പോൾ ഇത്തരം ആളുകൾക്ക് ഈ രാജ്യത്തേക്ക് കടന്നു കയറാൻ പറ്റുന്നത്? അവിടൊക്കെ കുറേ രാഷ്ട്രീയമായ നിരീക്ഷണങ്ങളുണ്ട്. രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നവരുണ്ട്. കാര്യങ്ങൾ മനസ്സിലാകാൻ കുറച്ചും കൂടെ വൈകുമെന്നർത്ഥം. ഇവിടെ നടന്ന പല ഭീകരപ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ളതായിരുന്നു. അധികാരത്തിലേക്ക് വരാൻ വരെ ഭീകരപ്രവർത്തനങ്ങൾ ഒരു എളുപ്പവഴിയായി കണക്കാക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം കുറച്ചു കാലമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നത് ഇത്തരത്തിലുള്ളതാണോ അല്ലേ എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ല. എന്തായിരുന്നാലും ഒരു കാര്യം ശരിയാണ്, വീഴ്ചകൾ പറ്റുന്നുണ്ട്. ആ വീഴ്ചകൾ മനഃപൂർവമാണോ അല്ലേ എന്നതാണ് ഇനിയും നമ്മൾ പഠിക്കേണ്ട കാര്യം. യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ ആക്ഷേപങ്ങൾക്ക് വിധേയമാകേണ്ട ഒരു ആദർശമല്ല, ഒരു മതവിശ്വാസമല്ല. മറിച്ച് ഇസ്ലാം യഥാർത്ഥത്തിൽ സമാധാനമാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഒരു ഭീകരവാദിക്ക് മുസ്ലിമാകാൻ സാധ്യമല്ല. ഒരു മുസ്ലിമിന് തീവ്രവാദത്തെയോ അല്ലെങ്കിൽ ഭീകരവാദത്തെയോ തന്റെ ആദർശമായി സ്വീകരിക്കാനും കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായമായ മാഇദയിൽ പറഞ്ഞ 32-ാമത്തെ ആയത്ത് നമ്മളൊരു ചാനലിലെ ഒരു അറിയപ്പെടുന്ന അവതാരകൻ അതിൻ്റെ അർത്ഥം വായിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം ആശ്ചര്യം തോന്നി, സന്തോഷം തോന്നി, കൗതുകം തോന്നി. കാരണം പല ചാനലുകാരും സത്യം മറച്ചു വെക്കുകയും ഇത്തരം അവസരങ്ങളൊക്കെ മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ വെമ്പൽ കൊള്ളുന്നവരുമാണ്. അതിനിടയിലാണ് നമ്മളുടെ ഒരു ചാനലുകാരൻ, പേര് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവതാരകൻ ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയെ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതാണ് ആയത്ത്? من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. വിശുദ്ധ ഖുർആനിലെ ആദമിന്റെ സന്തതികള് കാബീലും ഹാബീലും തമ്മിൽ നടന്ന ഒരു സംസാരവും തുടർന്ന്
അതിക്രമത്തിന്റെ ക്രൂരതയുടെ പര്യായമായ ഹാബേലിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു അത്. അവിടെ ഹാബേല് എടുത്തുചാട്ടക്കാരനാണ്, തീവ്രമായ ആശയത്തിന്റെ ഒരു പ്രതീകമാണ്. ഹാബേലാകട്ടെ ജ്യേഷ്ഠ സഹോദരൻ തനിക്കെതിരെ കൊലവിളി നടത്തുമ്പോഴും അവിടെ അങ്ങേയറ്റത്തെ സംയമനം പാലിക്കുകയാണ് ചെയ്യുന്നത്. നീ എന്നെ കൊല്ലാൻ നിന്റെ കൈകൾ എന്നിലേക്ക് നീട്ടിയാലും ഞാനൊരിക്കലും നിന്നെ വധിക്കാൻ, നിന്നെ കൊല്ലാൻ എന്റെ കൈകൾ നിന്റെ മേലെടുക്കുകയില്ല. അങ്ങനെ നീ എന്നെ കൊല്ലുകയാണെങ്കിൽ ആ കൊന്ന പാപവുമായിട്ട് നീ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ഹാബേലിന്റെ വാക്കുകൾ അല്ലാഹു എടുത്തുദ്ധരിക്കുകയാണ്. അവസാനം فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. എന്നിട്ട് തന്റെ സഹോദരനെ കൊല്ലുവാൻ അവന്റെ മനസ്സ് അവന് പ്രേരണ നൽകി, ഹാബേലിന്. അങ്ങനെ അവനെ അഥവാ ഹാബേലിനെ ഹാബേൽ കൊലപ്പെടുത്തി. അതിനാൽ ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അവൻ നഷ്ടകാരികളിൽ പെട്ടവനായി തീർന്നു. അവസാനം ആ മയ്യിത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമാണ്. അവസാനം അതിന്റെ പേരിൽ ദുഃഖിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് തന്റെ സഹോദരന്റെ ആ മയ്യിത്തും പേറി അലഞ്ഞു നടക്കുന്ന ഹാബേലിനെ അവസാനം മയ്യിത്ത് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാക്കയെ അയച്ചു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയ كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخيه فأصبح من النادمين. ഒരു കാക്ക ചത്ത മറ്റൊരു കാക്കയെ മറമാടുന്നത് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ടാണ് ഹാബേല് പഠിക്കുന്നത്, ഇതാണല്ലോ ചെയ്യേണ്ടത്. പഠിച്ചവനെ, ഈ ഒരു കാക്കന്റെ അത്രയും കൂടെ വിവേകം അല്ലെങ്കിൽ ബുദ്ധി എനിക്കില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം ഹാബേലിനെ മറവ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ കഥ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നേരത്തെ ഓതിക്കേൾപ്പിച്ച ഖുതുബയുടെ ആമുഖത്തിൽ പരാമർശിച്ച ഈ സൂക്തം, വിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ ആയത്ത്, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, വിശ്വാസി എപ്പോഴും ഓർത്തിരിക്കേണ്ട, ലോകത്തിനെയൊന്നും വലിയ ഒരു സന്ദേശവും പാഠവും നൽകുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം എന്താണ്? മിൻ അജ്ലി ദാലിക കതബനാ അലാ ബനി ഇസ്രായീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആദ്യമായി ഒരു വേദഗ്രന്ഥവും അതുപോലെ തന്നെ ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സമുദായവും എന്ന് പറയാൻ പറ്റിയ ഒരു പ്രവാചകനെയും ഒരു സമുദായത്തെയുമായി നമുക്ക് പരിചയപ്പെടുത്തുന്നത് ബനൂ ഇസ്രായേലിനെയാണ്. ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, അക്കാരണത്താൽ, അതായത് ആദമിന്റെ മകൻ മറ്റൊരു മകനെ കൊന്നു, ആ ലോകത്ത് ആദ്യത്തെ കൊലപാതകം നടന്നു. അക്കാരണത്താൽ കതബ്നാ അലാ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലിന്റെ മേൽ നാം ഒരു നിയമമായി നിശ്ചയിച്ചു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, മറ്റൊരു നഫ്സിനെ, മറ്റൊരു ശരീരത്തെ കൊന്നതിന് പകരമല്ലാതെ, അതല്ലെങ്കിൽ ഔ ഫസാദിൻ ഫിൽ അർള്, ഒരു ഭരണാധികാരിക്ക് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ കൊല്ലാനുള്ള അധികാരമുണ്ട്. ആ രൂപത്തിലുമല്ലാതെ ഒരാള് മറ്റൊരാളെ വൃഥാ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ആ കൊലപാതകം മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നതിന് സമമാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
വെറുതെ ഒരാൾ മറ്റൊരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ ഒരു സംഗതിയല്ല. അത് മുഴുവൻ മനുഷ്യന്മാരെയും കൊല്ലുന്നതിന് സമമാണ്. അത് മാനവികതയ്ക്കെതിരെയുള്ള ഒരു യുദ്ധമാണ്. അതുപോലെ തന്നെ വമൻ അഹ്യാഹ, ഭീകരവാദത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ആ ഭീകരവാദത്തിനിടയിൽ ഷഹീദായ ഒരു സാധു മനുഷ്യനുണ്ടല്ലോ, അതിനെതിരെ പോരാടിയയാൾ ആ നിറത്തോക്കിന് മുന്നിലും തന്റെ ജീവൻ പരിത്യജിച്ചുകൊണ്ട് തന്റെ കൂടെയുള്ള ആളുകളെ പരിരക്ഷിക്കാൻ ശ്രദ്ധിച്ചയാൾ, ആ ഒരു ഭാഗമാണ് അടുത്തതായി ഖുർആൻ പറയുന്നത്. അതിനെതിരെ പോരാടുകയും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്താലോ അത് മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു അതിന്റെ പ്രതിഫലം. ഇങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, വലഖദ് ജാഅതുഹും റുസുലുനാ ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. സുമ്മ ഇന്ന കസീറൻ മിൻഹും ബഅദ ദാലിക ഫിൽ അർളി മുസ്രിഫൂൻ, എന്നാൽ അതിന് ശേഷവും ആ പ്രവാചകന്മാരോ ആ പ്രവാചകന്മാരുടെ കൂടെ കിട്ടിയ അധ്യാപനങ്ങളോ ജീവിതത്തിൽ പകർത്താതെ അതിനുശേഷവും ഒരുപാട് ആളുകൾ അതിക്രമം പ്രവർത്തിക്കുന്നവരും എല്ലാവിധ പരിധിയും ലംഘിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള അപലപനീയമായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് അന്യമാണ്. എവിടെ നടന്നാലും അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭീകരതയാണ്. അതിനെ സഹായിക്കുന്ന അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭീകരതയാണ്. രാജ്യത്തുടനീളം എവിടെയൊക്കെ നിരപരാധികളുടെ നിണമൊഴുക്കാൻ ഭരണകൂട ഭീകരത കൂട്ടുനിന്നിട്ടുണ്ടോ അതൊക്കെ അപലപിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ എവിടെ ഭീകരത നടന്നാലും അതൊക്കെ ഇസ്ലാമിന് അന്യമാണ്. അതിനെ ചേർത്തുകൊണ്ട് ഇസ്ലാമിന്റെ പേരൊരിക്കലും പറയേണ്ടതില്ല. ഒരാള് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയിൽ ആ സമാധാനത്തിന്റെ സുരക്ഷയുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. നാഥാ, നീ സമാധാനമാണ്. അല്ലാഹുമ്മ അന്തസ്സലാം. ഒരു വിശ്വാസിക്ക് സമാധാനവും സുരക്ഷയും കിട്ടേണ്ടത് ആ റബ്ബിൽ നിന്നാണ്. എല്ലാ അർത്ഥത്തിലും ആ സുരക്ഷയുടെ വിധാതാവ് പടച്ച തമ്പുരാനാണ്. മാസം കാണുമ്പോൾ പോലും നോക്കൂ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. അല്ലാഹുവേ, ഈ മാസം ഞങ്ങൾക്ക് നീ നന്മയുടെ മാസമാക്കണം, സുരക്ഷയുടെ മാസമാക്കണം, അനുഗ്രഹത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും മാസമാക്കി മാറ്റണം. ആ ഒരു മാസം കാണുമ്പോൾ പോലും റബ്ബിനോട് ആ മാസ ആദ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി ആ സുരക്ഷയെ, ആ സമാധാനത്തെ, ആ നിർഭയത്വത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു നിലക്കും ഇസ്ലാം അതിക്രമങ്ങളെ അംഗീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്തകളിൽ നിന്നും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും മാറ്റി ചിന്തിപ്പിക്കുവാനും നാട്ടിൽ എല്ലാ അർത്ഥത്തിലും സമാധാനം പുലരുവാനും അവസരം ഒരുക്കി തരുമാറാകട്ടെ. യഥാർത്ഥ ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ അഭിമാനത്തോടെ ഒരു മുസ്ലിമായി നാട്ടിൽ ജീവിക്കുവാനുമുള്ള അവസരം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു.
എല്ലാ അർത്ഥത്തിലും അതിക്രമങ്ങളെ ഇസ്ലാം എതിർക്കുന്നു. ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രവാചക പുങ്കവന്റെ അറഫ പ്രസംഗത്തിലും അതിക്രമങ്ങൾക്കെതിരെ പ്രത്യേക ഉപദേശം അള്ളാഹുവിന്റെ റസൂല് നടത്തിയിട്ടുണ്ട്. കുല്ലുൽ മുസ്ലിം അലൽ മുസ്ലിം ഹറാം ദമുഹു വമാലുഹു വഇർളുഹു ഇന്ന ദിമാഅക്കും വഅംവാലുക്കും വഅറാദുക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഏതൊരു വിശ്വാസിക്കും മറ്റൊരുത്തന്റെ അഭിമാനം പവിത്രമായി കരുതണം. അവന്റെ രക്തം ഒരു കാരണവശാലും ചിന്താൻ പാടില്ല. ഒരു കാരണവശാലും അക്രമങ്ങൾക്ക് മുതിരാനും പാടില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പാടുകയുണ്ടായി, ലാ തുളിമന്ന ഇദാ മാ കുൻത മുഖ്തദിറൻ ഫൽളുൽമു ആഖിറുഹു യഅതീക ബിന്നദമി. കഴിവുള്ള സന്ദർഭത്തിലാണെങ്കിലും ഒരിക്കലും മറ്റൊരാളെ നീ അതിക്രമിക്കാൻ പാടില്ല. കാരണം ഫൽളുൽമു ആഖിറുഹു യഅതീക ബിന്നദമി. ളുൽമിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഖേദമാണ്. അത് നിന്നിലേക്ക് ഖേദമാണ് ഉണ്ടാക്കുക. കാരണം എന്താണ്? നാമത്ത് ഉയൂനുക വൽ മദ്ലൂമു മുൻതബിഹുൻ യദൂ അലൈക വഅൈനുല്ലാഹി ലം തനമി. മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ച് അവന്റെ അവകാശങ്ങൾ ധ്വംസിച്ച് അവനെ ആക്രമിച്ച് നീ സുഖസുന്ദരമായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നീ ഓർക്കണം, നാമത്തോയൂനുക്, നിന്റെ കണ്ണുകൾക്ക് ചിലപ്പോൾ ഉറക്കം പറ്റിയെന്ന് വരാം, നിന്റെ മനസ്സ് അത്രമാത്രം കഠിനമാണെങ്കിൽ. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേദനിക്കുന്ന മനസ്സിന്റെ ഉടമ നിന്റെ അതിക്രമങ്ങൾക്ക് വിധേയനായ മനുഷ്യനപ്പുറത്തുണ്ട്. അവൻ ഉറങ്ങാതിരിക്കുക. അവൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? വഅൈനുല്ലാഹി ലം തനമി, ഒരിക്കലും ഉറങ്ങാത്ത കണ്ണുകളുള്ള പടച്ച റബ്ബിനോട് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിനക്കെതിരിൽ. ആ പ്രാർത്ഥനയെ നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മദ്ദിദന്റെ പ്രാർത്ഥന നീ പേടിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്, അവന്റെയും പടച്ചോന്റെ അടുക്ക് മറന്നില്ല. അവന്റെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അതിക്രമങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി പഠിപ്പിക്കുന്നു, യാ ഇബാദി ഇന്നി ഹറംതുൽ ളുൽമ അലാ നഫ്സി. എൻ്റെ അടിമകളെ, ഞാൻ എൻ്റെ മേൽ എല്ലാ നിലക്കും അതിക്രമങ്ങളെ ളുൽമ് ഹറാമാക്കിയിരിക്കുക. അള്ളാഹു ഒരിക്കലും ഒമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹ് ഒരിക്കലും അടിമകളെ ആക്രമിക്കുന്നവനല്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു അക്രമത്തെ ഹറാമാക്കിയിരിക്കുന്നു തൻ്റെ മേൽ. എന്നാൽ വജഅൽതുഹു ബൈനക്കും മുഹറമാ ഫലാ തളാലമു, നിങ്ങൾക്കും അത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ ഞാനിതാ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല. യാ ഇബാദി കുല്ലുക്കും, എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിലേക്ക് ഹിദായത്ത് തേടേണ്ടവ വഴിപിഴച്ച ആളുകളാണ്. എന്നുവെച്ചാൽ മാർഗഭ്രംശം സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്, ളാലാണ്. ഇല്ലാ മൻ ഹദൈതു, നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുന്നവൻ പടച്ച തമ്പുരാനാ. ഫസ്തഹ്ദൂനി അഹ്ദിക്കും, അതുകൊണ്ട് നാം ഹിദായത്ത് തേടേണ്ടത് റബ്ബിനോടാണ്. എങ്കിൽ അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് യഥാർത്ഥ മാർഗദർശനം നൽകും. യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതു, നിങ്ങളെല്ലാം വിശക്കുന്നവരാണ്, ആർക്കാണോ ഞാൻ ഭക്ഷണം നൽകുന്നത് അവരൊഴിച്ച്. അതുകൊണ്ട് ഫസ്തത്ഇമൂനി അത്ഇംകും, നിങ്ങൾ എന്നോടാണ് അന്നം തേടേണ്ടത്, ഞാൻ നിങ്ങൾക്ക് അന്നം നൽകും. വളരെ ദീർഘമായ
ഒരു ഹദീസാണ്. ആ ഹദീസിലെ മുഴുവൻ താല്പര്യങ്ങളും ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഇൻഷാ അല്ലാഹ് ആ ഹദീസിന്റെ ബാക്കി നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സർവശക്തനായ റബ്ബിനോട് ഹിദായത്തിനെ തേടുന്ന, അവന്റെ മഗ്ഫിറത്ത് കൊതിക്കുന്ന, അവന്റെ മർഹമത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന, പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബ ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.